പ്രാദേശിക നാമങ്ങളിൽ മുന്നിൽ പപ്പായ തന്നെ. ഒന്നും രണ്ടുമല്ല, 45ഓളം അപരനാമങ്ങളിലാണ് ഇത് അറിയപ്പെടുന്നത്. കപ്പയ്ക്ക, പപ്പായ, ഓമയ്ക്ക എന്നൊക്കെ അറിയപ്പെടുമ്പോഴും പോർച്ചുഗീസുകാർ നൽകിയ പപ്പായ എന്ന പേരിന് പുറമെയാണ് ഈ അപരനാമങ്ങൾ. പുറമെ നിന്ന് കപ്പലിൽ വന്ന വസ്തുക്കളോടൊപ്പം കപ്പ എന്ന വാക്ക് ചേർത്ത പതിവിൽ നിന്നാണ് കപ്പയ്ക്ക, കൊപ്പയ്ക്ക, കപ്പ, കപ്ലിങ്ങ, കപ്പളം തുടങ്ങിയ പേരുകൾ പപ്പായയ്ക്ക് ലഭിച്ചത്. ഓവുള്ള അഥവാ ഓട്ടയുള്ള മരത്തിന്റെ കായ എന്ന അർത്ഥത്തിലാണ് ഓമയ്ക്ക എന്ന പേര് വന്നത്. പോർച്ചുഗീസ് പേരിനോട് സാമ്യമുള്ള പപ്പക്കായ, പപ്പയ്ക്ക, പപ്പരയ്ക്ക, പപ്പര തുടങ്ങിയ പേരുകളും പ്രചാരത്തിലുണ്ട്. പട്ടിണിക്കാലത്ത് ദാനമായി നൽകിയിരുന്നതിനാലാവാം ധർമ്മത്തുങ്കായ, ധർമ്മൂസുങ്കായ എന്നീ പേരുകൾ ലഭിച്ചതെന്നും ചിലർ പറയുന്നു. കേരളവുമായി അടുത്ത ബന്ധമുള്ള ലക്ഷദ്വീപിൽ കടമത്ത്, കൊപ്പയ്ക്ക, കർമോസ എന്നിങ്ങനെയെല്ലാമാണ് പപ്പായയെ വിളിക്കുന്നത്. മികച്ച കൃമിനാശിനിയും ഉദരരോഗസംഹാരിയുമാണ്. കലോറി കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാനും ഉത്തമം. 1 ഗ്രാം പപ്പായയിൽ ഏകദേശം 32 കലോറി ഊർജം, 7.2 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ എ, സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. പഴുത്ത പപ്പായയിൽ പൊട്ടാസ്യം കുറവായതിനാൽ വൃക്ക രോഗികൾക്കും കഴിക്കാം. ധാരാളം ബീറ്റ കരോട്ടിൻ അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണിന്റെ ആരോഗ്യത്തിനും അത്യുത്തമം. പച്ചപ്പപ്പായയിലെ പപ്പൈൻ എൻസൈമും നാരുകളും ദഹനത്തെയും സുഗമമാക്കും.